ദിലീപ് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, അങ്ങനെയൊന്നും ദിലീപ് രക്ഷപ്പെടില്ല എന്നാണ് പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതായത് നമ്മുടെ കോടതിയെ ആരും വില വെക്കുന്നില്ല, കോടതി വെറുതെ വിട്ടാലും പൊതുസമൂഹം വെറുതെ വിടുന്നില്ല എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. ഇന്നിപ്പോ ദിലീപിന്റെ സിനിമ ഇറങ്ങി. ഈ സിനിമ പരാജയപ്പെടുത്താനായി ഒരുപാട് ആളുകൾ ശ്രമിച്ചു. ഇത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാള് ദിലീപ് മാത്രമല്ല, ഒരുപാട് പേർ ഇതിനെ ഒരു ജീവിത ഉപാധിയായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ലൈറ്റ് ബോയ് അടക്കം, പ്രൊഡക്ഷനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്ന ആളടക്കം ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാണ്. അപ്പോ ദിലീപിന്റെ സിനിമ തകർക്കണം, അല്ലെങ്കിൽ ദിലീപിനെ തകർക്കണം, ദിലീപിനെ തകർക്കുന്നത് മറ്റൊരു വിഷയമാക്കി വെക്കാം. ദിലീപിന്റെ സിനിമ തകർക്കണം എന്ന് വിചാരിക്കുന്നവർ ഈ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ ജീവിതം, അല്ലെങ്കിൽ അവരുടെ മുഴുവൻ കുടുംബം, അന്നം, ഇതൊക്കെ തകർക്കണം എന്ന് ചിന്തിക്കുന്നവരല്ലേ? ഇതൊരു വലിയ ബിസിനസ് അല്ലേ? ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും മത്സരം ഉണ്ടാകുമ്പോൾ എതിരാളിയെ പരാജയപ്പെടുത്താനായിട്ട് എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും എടുത്ത് ആവിഷ്കരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു തന്ത്രം ഇമോഷനാണ്. അപ്പോൾ വിഷയത്തെ ഇമോഷണലാക്കി അവതരിപ്പിക്കുക. സൊസൈറ്റിയിലേക്ക് ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ അതിനെ അതങ്ങോട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഏറ്റവും മൃദുലമായ ഭാഗത്തിലേക്ക് അത് കുത്തിയിറക്കുക. അപ്പോൾ അവരുടെ ചിന്തകളിൽ നമുക്കൊരു സാമൂഹ്യ ബോധം എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ കുറെ സാംസ്കാരിക ബോധമുണ്ട്, അതോടൊപ്പം ഫെമിനിസം ഒരു സൈഡിൽ വേറെയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് സാമൂഹ്യ ബോധത്തിന്റെ ഒരു സാക്ഷരത. അത് നമ്മൾക്ക് തീരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോടതിയുടെ ഇടപെടലിന് ശേഷം നമ്മൾ ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ ഈ ബാ 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 എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സിനിമ എന്നാണ് പറയുന്നത്. അതിലെ ഭയം, ഭക്തി, ബഹുമാനം, ഇതാണ് ആ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഇടപെടലിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പബ്ലിക് ഇത് തിരിച്ചു കാണിക്കുന്നുണ്ടോ? നമ്മുടെ കോടതിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തോട് ഇങ്ങനെ തന്നെയാണോ നമ്മൾ പെരുമാറുന്നത്? നമ്മൾക്ക് ഈ ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നുമില്ല. KSRTCയിൽ ഒരു യാത്രക്കാരി അത് കാണിച്ചു തന്നു. അത്രയും ആൾക്കാർ പോകുന്ന ഒരു ബസ്സിൽ അവരുടെ ഏകാധിപത്യം പോലെ ഈ സിനിമ ഇടാൻ പാടില്ലെന്ന് പറയുന്നു. സെൻസർ ബോർഡിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു സിനിമയെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്താണ് സവിശേഷ അധികാരമുള്ളത്? അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലല്ല ജനാധിപത്യം പ്രവർത്തിക്കുന്നത്. ആ ബസ്സിൽ മറ്റുള്ളവരുണ്ട്. അതൊരു പരമാധികാര സ്ഥാപനമാണ് KSRTC എന്ന് പറയുന്നത്. അവിടെ ഈ രീതിയിൽ ഇടപെടാൻ പാടില്ല എന്ന ബോധം പോലും അവർക്കില്ല. അതോടൊപ്പം അവരിപ്പോ ആ ലേഡിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അവകാശങ്ങളെ കുറിച്ചാണല്ലോ. അവരോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് ഒരു വലിയ ഷോ കാണിച്ചത് അവിടെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ എഴുതിയ തിരക്കഥ, ദിലീപിനെതിരെ എഴുതിയ തിരക്കഥ നന്നായിട്ട് വിജയിച്ചു. അതെല്ലാം വായ തൊടാതെ, തൊണ്ട് തൊടാതെ വിഴുങ്ങാൻ മാത്രം വെറും കിഴങ്ങന്മാരാണ് നമ്മുടെ ആൾക്കാർ. ശരിയാണ്. ദിലീപിനെതിരെ ഒരു വലിയ, ദിലീപ് പറയുമ്പോൾ ഇതിൽ ഇര ഞാനാണ്. ദിലീപിനെ തകർക്കാൻ, സിനിമയിൽ സർവാധിപനായിരുന്ന ദിലീപിനെ തകർക്കാൻ ഒരു കൊട്ടേഷൻ ഇവിടെ നിന്നൊക്കെ ഉണ്ടായി. ഇപ്പൊ ദിലീപ് ഇറങ്ങിയതിന്റെ അന്ന് തന്നെ പറഞ്ഞത്, മഞ്ജു പറഞ്ഞ അവിടെ നിന്നാണ് ഇതിന്റെ ഗൂഢാലോചന തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ കേസ് തുടങ്ങുന്നത് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ്. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളം ദർബാർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഞ്ജു വാര്യർ പറഞ്ഞതാണ് ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഗൂഢാലോചന എന്ന് മാത്രമല്ല, അതിലൊരു വേർഡ് കൂടെ ചേർത്തു, ക്രിമിനൽ ഗൂഢാലോചന. അന്ന് മുതലാണ് ഇത് പിന്നെ എങ്ങനെയൊക്കെ തിരിഞ്ഞു മാറി ദിലീപിലേക്ക് വരുന്നു. ദിലീപ് 59 ദിവസം ജയിലിൽ കിടക്കുന്നു. 8 വർഷം കോടതി ഇഴ കീറി പരിശോധിച്ച് 1711 പേജുള്ള വിധിന്യായം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈറ്റുകളിൽ. അതെല്ലാവർക്കും വാങ്ങി വായിക്കാം. എന്തിനാണ് ദിലീപിനെ വെറുതെ വിട്ടതെന്ന് കോടതി കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ കടലാസൊക്കെ, അല്ലെങ്കിൽ കോടതി പറയുന്നതിനൊക്കെ വെറും പുല്ലുവില മാത്രമാണ്. ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളല്ല. ഞങ്ങൾക്ക് ദിലീപിനെ എന്തുകൊണ്ട് തൂക്കിക്കൊന്നില്ല? ഇതിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നൽകിയ ശിക്ഷ പോലും കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ജീവപര്യന്തം പോലും 14 വർഷം ഉള്ളൂ. ഇവർക്ക് 20 വർഷത്തെ തടവ് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അത് പോരാ. അത് മാത്രമല്ല, ഇനി 1 മുതൽ 6 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവര് പുറത്ത് വിലസിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ദിലീപിനെ ഒന്നുകിൽ മരണം വരെ ജയിലിനകത്തിടണം, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ ഇനി ദിലീപ് സിനിമയിൽ ക്ലച്ച് പിടിക്കാനും പാടില്ല. പക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുറെ ആളുകളില്ലേ, ഭരണഘടന അംഗീകരിക്കുന്ന കുറെ ആളുകളില്ലേ, ഈ ഭരണഘടന, കോടതിയെ ബഹുമാനിക്കുന്ന കുറെ ആളുകളുണ്ട്, കോടതി പറയുന്നതിനെ വില കൽപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. മാത്രമല്ല, ഇത് മറ്റൊരു സൈഡിലൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ ഇന്നിത് ഉണ്ടാക്കുന്ന ഒരു, ഇവർ വിചാരിക്കുന്നത് ഈ ദിലീപിനെതിരായിട്ട് നിൽക്കുന്നവർ കോടതി വിധിയെപ്പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ നാളെ ഇതിനപ്പുറം ഒരു കേസ് വരുമ്പോൾ, അതും ഇതുപോലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോടതിക്ക് സത്യസന്ധത ഇല്ലാതാവുകയല്ലേ? അല്ലെങ്കിൽ ഈ വിധി പറയുന്ന ജഡ്ജിമാർക്ക്
പല സാധാരണക്കാരും പറയുന്നത് അതൊക്കെ ദിലീപ് പണം കൊടുത്തവരെ വിലക്കെടുത്തതാ. ഈ ഒരു രീതിയിലേക്ക് പൊതുസമൂഹത്തെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവർ മാറിയിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് ജുഡീഷ്യറിക്ക് മേലൊരു സമ്മർദ്ദം ഉണ്ടാക്കുക. ആ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ജനാധിപത്യ അവകാശങ്ങൾ അനുവദിക്കുന്ന ജനങ്ങൾ തന്നെ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണഘടനാപരമായ എന്താണോ ഉത്തരവാദിത്തം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം വേറെ തലങ്ങളും തട്ടുകളുമുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ രീതിയിൽ സംസാരിക്കാവുന്ന രീതിയിൽ ദിലീപിന്റെ ശത്രുക്കൾ സെറ്റ് ചെയ്ത് വെച്ച അജണ്ട സമൂഹം ഏറ്റെടുത്തു. അങ്ങനെ സമൂഹം ഏറ്റെടുക്കുമ്പോൾ ആർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്? ദിലീപിനെ ആരാണോ എതിർക്കുന്നത് അവർക്കാണ്. അവർക്ക് ആ രീതിയിലുള്ള ഗുണം കിട്ടുമ്പോൾ, ഗുണം എന്ന് പറയുന്നത് സിനിമ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അത് പണമായിട്ടാണ് കിട്ടുന്നത്. ആ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ 8-9 വർഷം കളയുക എന്നുള്ളതാണ്. ഇവിടെ അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. അത് ദിലീപ് ഒരു 2ാമത് വിവാഹം കഴിച്ചു. ഈ പറയുന്ന എത്രയോ ആൾക്കാർ ഒന്നിലധികം വിവാഹങ്ങളോ മറ്റു ബന്ധങ്ങളോ ഉള്ള ആൾക്കാരാണ്. അവരൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, എനിക്ക് ഇത് പറയാനായിട്ട് അർഹതയുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒന്ന്. 2ാമത്തത്, നമ്മുടെ ജുഡീഷ്യറി ഇപ്പൊ പറയുമ്പോൾ അതുകൂടെ പറയണം. നമ്മുടെ കോടതിയിൽ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പ്രകാരം ഒരു കേസ് വന്നാൽ ആ കേസ് വാദിച്ച് ശിക്ഷ വിധിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. സ്ത്രീധനം ചോദിച്ച പുരുഷനെതിരെ ശിക്ഷ കൊടുക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാര് ആണാണെങ്കിൽ അയാളെ സ്ത്രീധനം വാങ്ങിച്ച് വിവാഹം കഴിച്ചയാളായിരിക്കും. പെണ്ണാണെങ്കിലോ സ്ത്രീധനം കൊടുത്ത്. ഇനി അഡ്വക്കേറ്റ്സോ, വാദിയുടെയും പ്രതിയുടെയും അവിടെ നിൽക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ മറ്റു കക്ഷികളോ എല്ലാവരും ഇതായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടില് ഇങ്ങനെ കുറെ ഇരട്ടത്താപ്പുകളുണ്ട്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഉയർന്നു ചിന്തിക്കുന്ന ആൾക്കാരാണ്, സാമൂഹ്യബോധത്തിന്റെ ഉന്നതങ്ങളിൽ പറന്നു നടക്കുന്നവരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരർത്ഥവും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഷോ കാണിച്ച് ആളാകാൻ നടക്കുന്ന ആൾക്കാരാണ്. ദിലീപിന്റെ ഈ കേസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്, ദിലീപിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ബഹുജനം തള്ളിക്കളഞ്ഞു. പക്ഷെ അവർക്ക് വലിയ ശബ്ദമില്ല. അവര് TV ഓഫ് ചെയ്യാൻ പറയാറില്ല. അവര് അവളുടെ ഒപ്പമെന്ന് പറയാറില്ല, അവന്റെ ഒപ്പമൊന്നും പറയാറില്ല. പക്ഷെ അവർക്ക് സാമൂഹ്യ ബോധമുണ്ട്. അവർക്കൊരു സിനിമയെ സിനിമയായിട്ട് കാണുവാനും ക്രൈമിനെ ക്രൈമായിട്ട് കാണുവാനും കോടതിയെ കോടതിയായിട്ട് കാണുവാനും കഴിയുന്നുണ്ട്. അവരൊരു പക്ഷേ ബുദ്ധിജീവികളായിരിക്കുകയില്ല, പക്ഷെ അവർക്ക് ബുദ്ധിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ മണിക്കൂറിന് 20K എന്ന രീതിയിൽ ബുക്കിംഗ് ആപ്പിലൂടെ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ റിവ്യൂസും വീഡിയോസും കണ്ടു. ആൾക്കാരെല്ലാം എന്താ പറയുന്നത്? ദിലീപ് ഓൾറെഡി ഒരു എന്റർടൈനറാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമല്ലേ? നമ്മൾക്ക് എന്ത് കാര്യം കോടതിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട്? അതിന് LLB എടുത്ത ആൾക്കാരാണോ ഈ ലോകം മുഴുവൻ നീ അഭിപ്രായം പറയുന്നത്? ഭാഗ്യലക്ഷ്മിക്ക് LLB ഉണ്ടോ? ആ ബസ്സിലിരുന്നവർക്ക് LLB ഉണ്ടോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പറയുന്നവർക്ക് LLB ഉണ്ടോ? ഞാൻ LLB ഉണ്ടെങ്കിൽ എന്തുമായെന്നല്ല പറയുന്നത്. എങ്കിലും ഒരു കോടതിയെ ഉൾക്കൊള്ളാനുള്ള അറിവെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? അല്ലേ? സാമാന്യ ബോധം വേണ്ടേ? അതുപോലും ഇല്ലാത്തവര് ഈ ഞങ്ങൾ ഇപ്പൊ അങ്ങ് ലോകത്തെ ഉദ്ധരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിലേ അല്ല. അപ്പൊ ജനങ്ങൾ അവരെ തോൽപ്പിച്ചു. നമ്മൾ കാണുന്നത് സാധാരണ ജനങ്ങൾ ഈ സിനിമയുടെ റിലീസിങ് ഇന്ന് 18-ാം തീയതിയാണ്. ഈ ഡേറ്റിലൂടെ ഇവരുടെ വാദങ്ങൾക്കപ്പുറമാണ് ഞങ്ങളുടെ ചിന്താഗതി എന്ന കാര്യത്തിൽ 100% അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുക. പക്ഷെ വിലാപങ്ങൾ അവസാനിക്കുമോ? ഇല്ല. കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കാൻ നിർത്തരുത്. സിനിമ നല്ലതാണെങ്കിൽ ഒരാളുടെ വ്യക്തി ജീവിതത്തെയോ സ്വകാര്യ ജീവിതത്തെയോ ഒന്നും ജനങ്ങൾ നോക്കാറില്ല. അവർ ആ സിനിമ ഉദയനാണ് താരത്തിൽ ഇതുപോലൊരു ഡയലോഗ് ഉണ്ട്, സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ ഇടിച്ചു കയറും. അതിനി സംവിധായകൻ ആരാണെന്നോ അതൊന്നും അല്ല വിഷയം. നല്ല കഥ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്റർടൈൻമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ സിനിമയിൽ കൂടുതലും കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് യുവത്വമുള്ള പ്രേക്ഷകർ, പ്രായമായ ആൾക്കാരല്ല. അതായത് ഈ പ്രായമായ ചെറുപ്പക്കാരാ. അപ്പോ പ്രായമായ ആൾക്കാരുടെ ഈ വരട്ട് തത്വവാദത്തോട് ജനങ്ങൾക്ക്, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് വലിയ താല്പര്യമില്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം അവരോട് നമ്മൾ ഈ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതൊക്കെ കോടതിയുടെ പരിധിയിലില്ല, അതൊക്കെ കോടതി വെറുതെ വിട്ടു, അതൊന്നും അല്ല, സിനിമ നല്ലതാണെങ്കിൽ ഞങ്ങൾ കയറും, ഞങ്ങൾ കാണും. ഇതാണ് അവര് ന്യൂട്രൽ ആകാൻ നമുക്ക് പറ്റിയാൽ. അതെ, അത്രേ ഉള്ളൂ. ദിലീപിനെ കുറിച്ചോ ദിലീപിന്റെ 2ാം വിവാഹത്തെ കുറിച്ചോ ആദ്യ വിവാഹത്തെ കുറിച്ചോ ദിലീപിന് എത്ര ബന്ധങ്ങളുണ്ട് ഇതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കേണ്ട. ദിലീപിന്റെ അതൊക്കെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോടതിയുണ്ട്, പോലീസ് ഉണ്ട്, അതൊക്കെ അവർ നോക്കിക്കോളൂ. ദിലീപിന്റെ സിനിമ നല്ലതാണോ ധൈര്യമായി പൊക്കോളൂ. ഇത് നല്ലതാണെന്ന് പറയുന്നു, ധൈര്യമായി പോയി കണ്ടോളൂ. യെസ്.